ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണലിൻ്റെ തലേന്ന് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെത്തി ഏറ്റുമാനൂരപ്പനെ തൊഴുതും വഴിപാടുകൾ അർപ്പിച്ചും തൃശ്ശൂരിലേക്ക് പോയ സുരേഷ് ഗോപിയുടെ പ്രാർത്ഥന വെറുതെ ആയില്ല. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ലോക്സഭയിലേക്ക് താമര വിരിയിച്ച് ചരിത്രത്തിൻ്റെ ഭാഗമായിരിക്കുകയാണ് സുരേഷ് ഗോപി. തുടക്കം മുതൽ ഭൂരിപക്ഷം നിലനിർത്തി പോന്നിരുന്ന സുരേഷ് ഗോപി 12 മണിയോടടുത്തപ്പോൾ വ്യക്തമായ ഭൂരിപക്ഷം നിലനിർത്തിയാണ് മുന്നോട്ട് പോയത്. മഹാകഷ്ടമെന്ന് പറയട്ടെ, വിജയസാധ്യതയുണ്ടായിരുന്ന കെ മുരളീധരൻ സാക്ഷാൽ കെ കരുണാകരൻ്റെ തട്ടകത്തിൽ തന്നെ 3ാം സ്ഥാനത്തേക്ക് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ഏകദേശം ശരിവയ്ക്കുന്ന തരത്തിലായിരുന്നു കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം. അങ്ങനെ കൊല്ലത്തു നിന്നും തിരുവനന്തപുരം വഴി തൃശ്ശൂരിലെത്തിയ സുരേഷ് ഗോപി ആദ്യ തെരഞ്ഞെടുപ്പിൽ അടിച്ച മാസ് ഡയലോഗ് ശരിയാകും വിധം തൃശ്ശൂർ ഇങ്ങെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്തേക്ക് പോയ സുരേഷ് ഗോപി ഇക്കുറി വിജയം ഉറപ്പിച്ച് തന്നെയായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ തൃശ്ശൂരിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകിയും ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗത്തെയും വിശ്വാസത്തിലെടുക്കാനായതുമാണ് സുരേഷ് ഗോപിയുടെ വിജയം അനായാസമാക്കിയത്. തൃശ്ശൂർ ലൂർദ് മാതാ പള്ളിയിൽ മാതാവിന് കിരീടം സമ്മാനിച്ചത് പ്രതിപക്ഷം ആയുധമാക്കിയെങ്കിലും ആ കാറ്റിനും കോളിനുമൊന്നും സുരേഷ് ഗോപിയെ തളർത്താനായില്ല. NDA സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും മുമ്പ് തന്നെ പ്രചാരണം ആരംഭിച്ച സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങൾ വിജയം ഉറപ്പിച്ചു തന്നെയായിരുന്നു. അത് മുന്നിൽ കണ്ടാണ് സംസ്ഥാനത്തെ മറ്റൊരു മണ്ഡലത്തിലും പോകാത്ത അത്രയും തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ തൃശ്ശൂരിലെത്തി സുരേഷ് ഗോപിയുടെ മാറ്റ് കൂട്ടിയത്. മകളുടെ വിവാഹത്തിന് പ്രധാനമന്ത്രി എത്തിച്ചും സുരേഷ് ഗോപി തൃശ്ശൂരിൽ മാസായപ്പോൾ ഒരു വിഭാഗത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ലെന്ന് തെളിയിക്കാൻ നോമ്പുതുറയിൽ പങ്കെടുത്തും താരമായി. ഇതെല്ലാം പ്രതിപക്ഷം ആയുധമാക്കിയെങ്കിലും അവിടെയും സിനിമാ ഡയലോഗ് കൊണ്ട് പിടിച്ചു നിൽക്കാൻ സുരേഷ് ഗോപിക്കായി. 1965 ഓടയിൽ നിന്ന് എന്ന സിനിമയിൽ ബാലതാരമായി അഭിനയിച്ചതാണ് സുരേഷ് ഗോപി സിനിമാ രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. രാജാവിൻ്റെ മകൻ എന്ന മോഹൻലാൽ ചിത്രത്തിൽ ചെയ്ത വില്ലൻ വേഷം സുരേഷ് ഗോപിയുടെ അഭിനയ ജീവിതത്തിൽ വഴിത്തിരിവായി. കമ്മീഷണർ എന്ന ചിത്രത്തിലെ പ്രകടനത്തോടെയാണ് സുരേഷ് ഗോപി സൂപ്പർ താരനിരയിലേക്ക് ഉയർന്നത്. കമ്മീഷണറിലെ സുരേഷ് ഗോപിയുടെ ഡയലോഗുകൾ ഇന്നും കൊച്ചുകുട്ടികൾക്ക് പോലും മനഃപ്പാടമാണ്. കളിയാട്ടം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 1997 മികച്ച നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ചു. രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന 6ാമത്തെ മലയാളിയാണ് സുരേഷ് ഗോപി. കലാകാരന്മാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് സുരേഷ് ഗോപിയുടെ പേര് കേന്ദ്രം നിർദ്ദേശിച്ചത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും 2021 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടിരുന്നു. ചലച്ചിത്ര വിതരണക്കാരനായിരുന്ന ഗോപിനാഥൻ പിള്ളയുടെയും ജ്ഞാനലക്ഷ്മി അമ്മയുടെയും മൂത്ത മകനായി 1959 ജൂൺ 26 കൊല്ലത്താണ് സുരേഷ് ഗോപി ജനിച്ചത്. സുഭാഷ്, സുനിൽ, സനിൽ എന്നിവരാണ് സഹോദരങ്ങൾ. അഭിനേത്രി ആറന്മുള പൊന്നമ്മയുടെ പേരമകളും ഗായികയുമായ രാധികയാണ് ഭാര്യ. മൂത്ത മകൾ ലക്ഷ്മി 1.5 വയസ്സുള്ളപ്പോൾ അപകടത്തിൽ മരിച്ചത് സുരേഷ് ഗോപിയെ ഏറെ തളർത്തിയിരുന്നു. യുവതാരം ഗോകുൽ സുരേഷ്, ഭാഗ്യ, ഭാവ്നി, മാധവ് എന്നിവരാണ് മറ്റു മക്കൾ.